Now let's see the concept of list. List is an ordered sequence of item and each item is separated by commas and enclosed within this square bracket, and these items may not be of the same type. For example, first list എന്ന് പറയുന്നതിന് ലിസ്റ്റിനകത്ത് ABCD എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ്, 23.5 എന്ന് പറയുന്ന ഒരു ഫ്ലോട്ട് വാല്യൂ, ടേം എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആൻഡ് 35 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം സ്ട്രിംഗ് വന്നിട്ടുണ്ട്, ഫ്ലോട്ട് വന്നിട്ടുണ്ട്, ഇൻറ്റിജർ വാല്യൂ വന്നിട്ടുണ്ട്, അങ്ങനെ പല വാല്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെയിം ടൈപ്പിലല്ലാത്ത വാല്യൂസാണ് ഈ ലിസ്റ്റിലുള്ളത്. അതുപോലെ ഈ ലിസ്റ്റ് ഒരു ഓർഡേർഡ് സീക്വൻസ് ആണ്. അതായത് ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ലിസ്റ്റിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഏതാ? ABCD. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 0th ഇൻഡെക്സിലാണ് ABCD എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് 0 എന്ന് പറഞ്ഞ് നമ്മളെ പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ ABCD എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിനെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് 1 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക 23.5 എന്ന് പറയുന്ന ഈ വാല്യൂ ആണ്. ദെൻ ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് 2 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക ടേം എന്ന് പറയുന്ന സ്ട്രിംഗ് ആണ്. ദെൻ ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് 3 എന്ന് നമ്മൾ കൊടുത്താൽ നമുക്ക് 35 എന്ന് പറയുന്ന നമ്പറെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഈ ലിസ്റ്റിൽ ഉപയോഗിക്കുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സിനെ നമുക്കിപ്പോൾ പരിചയപ്പെടണം. ഫസ്റ്റ് വൺ ഈസ് ദിസ് പ്ലസ് സൈൻ ഫോർ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ. അതായത് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്നിൽ കൂടുതൽ ലിസ്റ്റിനെ ഒറ്റ ലിസ്റ്റാക്കി നമുക്ക് കോൺകാറ്റിനേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലസ് എന്ന് പറയുന്ന കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ ആസ്ട്രിക് എന്ന് പറയുന്ന റെപ്പറ്റീഷൻ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മുടെ ലിസ്റ്റിലെ വാല്യൂസ് നമ്മുടെ ലിസ്റ്റിൽ വരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആസ്ട്രിക് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ കാണുക. ഫസ്റ്റ് ലിസ്റ്റ്, സ്മോൾ ലിസ്റ്റ്, ഇങ്ങനെ രണ്ട് ലിസ്റ്റാണുള്ളത്. ഇനി ഫസ്റ്റ് ലിസ്റ്റ് പ്ലസ് സ്മോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ലിസ്റ്റും കൂടി ഒന്നിച്ച ഒറ്റ ലിസ്റ്റായിട്ട് പ്രിൻ്റ് ആവും. ഇനി സ്മോൾ ലിസ്റ്റ് ഇൻറ്റു 2 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെൻ പെൻസിൽ സ്കെയിൽ രണ്ട് പ്രാവശ്യം ലിസ്റ്റിൽ ഈ ഐറ്റംസ് വന്ന് ഡിസ്പ്ലേ ആവും. അപ്പോൾ ഇത്രയാണ് കോൺസെപ്റ്റ് ഓഫ് ലിസ്റ്റ്. ദെൻ വി ആർ മൂവിങ് ഓൺ ടു സ്ലൈസിങ് ഇൻ ലിസ്റ്റ്. ലിസ്റ്റിനെ എങ്ങനെ സ്ലൈസ് ചെയ്ത് എടുക്കാം? ലിസ്റ്റ് ഐറ്റംസ് 0 മുതൽ n-1 വരെയാണ് ലിസ്റ്റിലെ ഐറ്റംസ് സ്റ്റോർഡ് ആയിട്ടിരിക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0 ആണ്, എൻഡിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത് n-1 ആണ്. പക്ഷേ നമ്മൾ -1, അപ്പോൾ ലിസ്റ്റ് ഓഫ് -1 നമ്മൾ കൊടുത്താൽ ലാസ്റ്റ് എലിമെൻറ്റിന് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു ജനറൽ സിൻടാക്സ് എടുക്കാമെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് എപ്പോഴും 0 മുതൽ ലാസ്റ്റ് വരെ അല്ലല്ലോ നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഒരു ലിസ്റ്റിലെ നമുക്ക് ഒന്നുകിൽ സെക്കൻഡ് ഐറ്റം മുതൽ 5th ഐറ്റം വരെ, അല്ലെങ്കിൽ ഫസ്റ്റ് എലിമെൻറ്റ് മുതൽ 3rd ഐറ്റം വരെ, അങ്ങനെയൊക്കെ നമുക്ക് ഫെച്ച് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ റേഞ്ച് ഓഫ് ഫംഗ്ഷനൊക്കെ പോലെ തന്നെ നമുക്ക് ലിസ്റ്റിൽ ലിസ്റ്റ് നെയിം, സ്റ്റാർട്ട്, സ്റ്റോപ്പ് ഈ 3 കാര്യങ്ങൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ലിസ്റ്റിനെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് എലിമെന്റ് ടു ഇൻക്ലൂഡ് ഇൻ ദ സ്ലൈഡ് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കുന്നതിൽ ഉൾപ്പെടുത്തേണ്ട ഫസ്റ്റ് എലിമെന്റിനെയാണ് നമ്മൾ ഈ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ബൈ ഡിഫോൾട്ടായിട്ട് ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി എനിക്ക് സെക്കൻഡ് എലിമെന്റ് മുതൽ മതിയെങ്കിൽ നമ്മുടെ സ്റ്റാർട്ട് എന്ന് പറയുന്നതിൽ കൊടുക്കേണ്ട ഇൻഡെക്സ് 1 എന്നായിരിക്കണം. അതായത് ലിസ്റ്റിൽ ആ എലിമെന്റ് ഏത് ഇൻഡെക്സിലാണോ സ്റ്റോർഡ് ആയിരിക്കേണ്ടത് അതാണ് നമ്മളിവിടെ സ്റ്റാർട്ടിൽ കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ സെക്കൻഡ് എലിമെന്റ് മുതലാണ് ഫെച്ച് ചെയ്തെടുക്കേണ്ടതെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറയുന്നിടത്ത് 1 ആണ് വരേണ്ടത്. കാരണം 0 മുതലാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എവിടം വരെയാണ് ലിസ്റ്റിലെ ഏത് എലിമെന്റ് വരെയാണ് എടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിലിപ്പം നമുക്ക് 4th എലിമെന്റ് വരെ ആണ് എനിക്ക് ഫെച്ച് ചെയ്തെടുക്കേണ്ടതെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് ഏതാണ്? 0 മുതൽ തുടങ്ങുന്നത് കൊണ്ട് 4th എലിമെന്റ് എപ്പോഴും 3rd പൊസിഷനിലായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് 3 എന്നല്ല 4 എന്ന് കൊടുക്കണം. കാരണം ഞാനിപ്പം സ്റ്റോപ്പ് എന്നുള്ളടുത്ത് എനിക്ക് 4th എലിമെന്റ് വരെയാണ് ഫെച്ച് ചെയ്തെടുക്കുന്നതെങ്കിൽ അത് 3rd ഇൻഡെക്സിലാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ 3 എന്ന് കൊടുത്താൽ ആ 3rd എലിമെന്റ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സ്റ്റോപ്പ് എന്ന് പറയുന്നത് കൊടുക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഏത് എലിമെന്റ് വരെയാണോ ഫെച്ച് ചെയ്തെടുക്കേണ്ടത് ആ എലിമെന്റ് കഴിഞ്ഞുള്ള എലിമെന്റിന്റെ ഇൻഡെക്സ് ആണ് ഞാൻ അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് 4th എലിമെന്റ് വരെയാണ് ഫെച്ച് ചെയ്തെടുക്കേണ്ടതെങ്കിൽ ആ എലിമെന്റ് ഇരിക്കുന്നത് 3rd ഇൻഡെക്സിലാണ്. അപ്പം ഞാൻ
ഇവിടെ കൊടുക്കേണ്ടത് അത് തേർഡ് ഇൻഡെക്സിലാണ്. ഫോർത്ത് എലിമെന്റ് ഇരിക്കുന്നത് തേർഡ് ഇൻഡെക്സിലാണ്. അപ്പോൾ ഫിഫ്ത്ത് എലിമെന്റിന്റെ ഇൻഡെക്സ് ഏതോ ആ ഇൻഡെക്സ് ആണ് ഞാൻ ഇവിടെ സ്റ്റോപ്പിൽ കൊടുക്കേണ്ടത്. ദെൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കേണ്ട ഓർഡർ, എത്ര വിട്ട് നമുക്ക് എടുക്കണം, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണോ എടുക്കേണ്ടത്, അതായത് 2 നമ്പർ വിട്ട് അങ്ങനെയാണോ എടുക്കേണ്ടത്, അതാണ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ആയിട്ട് 1 ആണ്. അതായത് കോൺസിക്യൂട്ടീവ് എലിമെന്റ്സ് ഇങ്ങനെ ഫെച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി അതല്ല, എനിക്ക് ഒരു 2 നമ്പേഴ്സ് സ്കിപ്പ് ചെയ്ത്, എനിക്ക് 1 നമ്പർ സ്കിപ്പ് ചെയ്ത് എനിക്ക് മതി, എൻ്റെ മതി എന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്റ്റോപ്പ് എത്രയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരിക്കണം. ഇനി ഞാനിപ്പം ലിസ്റ്റ് നെയിം -1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എനിക്ക് ലാസ്റ്റ് എലിമെൻറ്റ് ആണ് എനിക്ക് ഫെച്ച് ചെയ്ത് എടുക്കേണ്ടതെന്നാണ് അതിൻ്റെ മീനിങ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. ഇവിടെ മൈ ലിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി മൈ ലിസ്റ്റ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ഫെച്ച് ചെയ്തെടുക്കുക, ആ ലിസ്റ്റിലെ ഫസ്റ്റ് എലിമെൻറ്റ്. അപ്പോൾ അതിൽ നിന്നുള്ളത് ഫെച്ച്ഡ് ആവും. ഇനി ഞാനിപ്പോൾ പ്രിന്റ് ഓഫ് മൈ ലിസ്റ്റ് ഓഫ് -1 എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അത് 300നെ ഫെച്ച് ചെയ്തെടുക്കും. ആൻഡ് എനിക്കിപ്പം സെക്കൻഡ് എലിമെൻറ്റ് മുതൽ ഫോർത്ത് എലിമെൻറ്റ് വരെയാണ് ഫെച്ച് ചെയ്തെടുക്കേണ്ടതെങ്കിൽ ഞാൻ സ്റ്റാർട്ട് കൊടുക്കേണ്ടത് ഏതാ, 1. സ്റ്റോപ്പ് കൊടുക്കേണ്ടത് ഏതാ, ഫോർത്ത് എലിമെൻറ്റും എനിക്ക് വേണം. അപ്പം ഫോർത്ത് എലിമെൻറ്റ് ഏത് ഇൻഡെക്സിലാണ് കിടക്കുന്നത്, തേർഡ് ഇൻഡെക്സ്. തേർഡ് ഇൻഡെക്സ് ഞാൻ കൊടുത്താൽ എനിക്ക് ഫോർത്ത് എലിമെൻറ്റ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഫിഫ്ത്ത് എലിമെൻറ്റിൻ്റെ ഇൻഡെക്സ്, അതായത് 4 ഞാൻ ഇവിടെ കൊടുക്കണം. ഇനി എനിക്ക് തേർഡ് എലിമെൻറ്റ് മുതൽ എനിക്ക് ബാക്കി എല്ലാ എലിമെൻറ്റ്സിനെയും ഫെച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാൻ എന്ത് കൊടുക്കണം, തേർഡ് എലിമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഏതില്ല, 2ൽ. അപ്പം ഞാനിവിടെ 2 എന്ന് കൊടുത്തിട്ട് പിന്നെ വേറെ ഒന്നും ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ബാക്കിയെല്ലാം എനിക്ക് ഫിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത്രയാണ് സ്ലൈസിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ലിസ്റ്റിനകത്തെ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക, ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് ABCD 3.14, ടോം 78, 45 ഇത്രയും വാല്യൂസ് ഉണ്ട്. സ്മോൾ ലിസ്റ്റിനകത്ത് പെൻ പെൻസിൽ സ്കെയിൽ. അപ്പം പ്രിന്റ് ഓഫ് ഫസ്റ്റ് ലിസ്റ്റ് പ്ലസ് സ്മോൾ ലിസ്റ്റ് എന്ന് കൊടുത്താൽ എന്തായിരിക്കും വരിക, ഈ 2 ലിസ്റ്റും കൂടി ജോയിൻ ചെയ്ത ഒരു ലിസ്റ്റ് ആയിരിക്കും വരിക. ഇനി സ്മോൾ ലിസ്റ്റ് × 2 എന്ന് കൊടുക്കുമ്പോൾ ഈ പെൻ പെൻസിൽ സ്കെയിൽ 2 പ്രാവശ്യം ആ ലിസ്റ്റിലെ ഐറ്റംസ് റിപ്പീറ്റ് ചെയ്ത് പ്രിൻ്റ് ആയി വരും. ഇനി നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണോ വരുന്നതെന്ന്. ഇവിടെ നോക്കി, ആദ്യം പ്രിന്റ് ചെയ്ത ഫസ്റ്റ് ലിസ്റ്റ് പ്ലസ് സ്മോൾ ലിസ്റ്റ് കണ്ടോ. ഫസ്റ്റ് ലിസ്റ്റിൽ 45 വരെ ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പെൻ പെൻസിൽ സ്കെയിൽ കൂടി വന്നു. ഇനി സ്മോൾ ലിസ്റ്റിനകത്ത് പെൻ പെൻസിൽ സ്കെയിൽ ഒറ്റ പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഒറ്റ ലിസ്റ്റായിട്ട് വന്നു. താങ്ക് യു.